പുഷ്പങ്ങൾ പോലുമില്ല. ജുറുസൻ ഉണങ്ങിയതാണ്, ഉണങ്ങിയ ഒരു തരം ഭൂമി. കെട്ടിടങ്ങളില്ല, കുന്നുകളില്ല, അമ്പരചുംബികളായി ആസ്വദിക്കുന്ന കേന്ദ്രങ്ങളില്ല, തടാകങ്ങളില്ല, ഉല്ലാസ കേന്ദ്രങ്ങളില്ല. മുഴുവനും ഒരൊറ്റ തടമായിട്ടങ്ങ് മാറ്റിപ്പോയി. ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ. ഈ ആയത്ത് ഓതിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഏറ്റവും നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു. ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഈ ആയത്തിന്റെ വിവക്ഷ എന്താണ് നബിയെ? തങ്ങൾ പറഞ്ഞു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അഖ്ലാ, നല്ല ബുദ്ധിയിൽ വർക്ക് ചെയ്യുന്നത് ആരാണ് പരിശോധിക്കാൻ. നല്ല ബുദ്ധിയുള്ള ആള് ആ സമ്പത്ത് കൊണ്ട് ദുനിയാവിലും ഖൈറുണ്ടാക്കും, ആഖിറത്തിലേക്കും ഖൈറുണ്ടാക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ട് ലോകത്തേക്കും ഖൈറുണ്ടാക്കും. ദുനിയാവിലുള്ള ഖൈർ എന്താ? നല്ല നിലക്ക് കുടുംബം പോറ്റും, നല്ല നിലക്ക് കുടുംബം പോറ്റും, നല്ല നിലക്ക് കുടുംബം പോറ്റും. വേണ്ടാത്ത ഒരു രീതിയിലുമല്ല, നല്ല നിലക്ക് കുടുംബം പോറ്റും. ആ കുടുംബത്തിന് വേണ്ട നന്മകൾക്കൊക്കെ ആ സമ്പത്തിൽ നിന്ന് പിശുക്കില്ലാതെ ഉപയോഗിക്കും. അങ്ങനെ ഒരു ഉപയോഗം അത്യാവശ്യത്തിന് വേണ്ടൊക്കെ ഉപയോഗിക്കും. അള്ളാഹു ഹലാലാക്കിയതും അനുവദീയമാക്കിയ സുന്നത്താക്കിയതൊക്കെ ഉപയോഗിക്കും. ആ സമ്പത്ത് എടുത്തുകൊണ്ട് വാപ്പക്കും ഉമ്മക്കൊന്നും ഉംറക്ക് പോകാൻ കഴിവില്ല, ഹജ്ജിന് പോകാൻ കഴിവില്ല, അതിന് സമ്പത്ത് ലഭിച്ചു. ഭാര്യയ്ക്ക് ഹജ്ജിനും ഉംറക്കും പോകാൻ സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല, അതിനും സമ്പത്ത് ലഭിച്ചു. സഹോദരനൊരു പാവമാണ്, അവനും കൊടുത്തു ഉംറക്ക് പോകാൻ. അങ്ങനെ അള്ളാഹു തരുന്ന സമ്പത്തിനനുസരിച്ച് ദുനിയാവിൽ ഒരുപാട് ഖൈറുണ്ടാക്കി ആഖിറത്തിലേക്ക് ഡെപ്പോസിറ്റും ചെയ്തു. ആഖിറത്തിലേക്ക് എങ്ങനെ ഡെപ്പോസിറ്റ്? ഇൽമു വളർത്തി, ദീന് വളർത്തി, സ്ഥാപനങ്ങളുണ്ടാക്കി, ഒരുപാട് മുതഅല്ലിമീങ്ങളെ വളർത്താൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മമ്പ അതിൽപ്പെട്ട ഒന്നാണ്, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരുപാട് തവണ അന്യരായ താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് ഈ ഭൂമി. അവിടുത്തെ തിരുനോട്ടമുള്ള മജ്ലിസായ അള്ളാഹു മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. കൽത്തർ ഉസ്താദ് അവിടെ എടപ്പള്ളിയിൽ ദർശനത്തുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ എത്തിയത്. നമ്മളെ തങ്ങൾ പാപ്പൻ്റെ സ്മരണികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനും വേറൊരു തങ്ങളും കൂടി വന്നതാണ്. അന്ന് ദർശ അവിടെയാണ്, അവിടെ ദർശനത്തുമ്പോൾ വന്നതാണ്. ഇവിടെ ആയിട്ട് പിന്നെ ഞാൻ വന്നിട്ടില്ല. അവിടെ ആ പള്ളിയിൽ ഇങ്ങനെ ദർശനത്തുമ്പോൾ ആ വേലത്ത് തങ്ങളുപ്പാപ്പയിട്ട് ഉസ്താദിന് വലിയ ബന്ധം. തങ്ങളുപ്പാപ്പക്ക് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ നമ്മുടെ വലിയ വലിയ മാർഗദർശികളാണ്. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനും പകർത്താനും അവരെ കൊണ്ട് മഹബത്ത് വെച്ച് ജയിക്കാനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വലിയ വലിയ സാദാത്യങ്ങളാണ് അവർ. അപ്പം അവർക്കൊക്കെ ഖിദ്മത്തെടുക്കുക, അവരൊക്കെ സ്മരണ പുതുക്കുക, അവരെ പേരിലൊക്കെ ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, അവരെ പേരിൽ സദസ്സ് സംഘടിപ്പിക്കുക, അത് വലിയൊരു ഖൈറാണ്. അവരുടെ ഒരു നോട്ടം കൂടി നമ്മളെ മജ്ലിസിലേക്ക് അല്ലാഹു തആല തരും. ഒരു ശക്കുല്ലതിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ആളുകൾ സമ്പത്ത് ആഖിറത്തിന് വേണ്ടി ദുനിയാവിൽ ഇഷ്ടം പോലെ ചെലവഴിക്കും. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ഇഷ്ടം പോലെ സമ്പത്ത് ചെലവഴിച്ച് ദീന് വളർത്തിയ മഹാന്മാർ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് ദീനിന് വേണ്ടി അടയാളങ്ങൾ എത്രയാണ് ബാക്കി വെച്ചത്. ഇന്നും അതിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കുകയാണ് ആഖിറത്തിലേക്ക്. ഇന്നും അതിൻ്റെ സുഖങ്ങൾ ആഖിറത്തിലേക്ക് അങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പോയി നിസ്കരിക്കുന്ന മദീന പള്ളിയിലെ വെള്ളത്തൂണ് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ ഒരുപാട് സ്ഥലം കണ്ടിട്ടില്ലേ? ആ സ്ഥലങ്ങളിൽ ബഹുഭൂരിഭാഗവും വാങ്ങിക്കൊടുത്ത മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പോരാ, പ്രയാസങ്ങൾ വന്ന ഘട്ടങ്ങളിൽ മുഴുവനും ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്ത് സഹായിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടും ആ വിഷയത്തിൽ കുറവില്ല. സിദ്ദീഖ് തങ്ങളെപ്പോലെ തവക്കുൽ ചെയ്ത് സ്വതക്ക കൊടുക്കാൻ നമുക്ക് കഴിയൂല. ഒരാളെ സമ്പത്ത് മുഴുവനും ദീനിന് കൊടുത്താലോ എന്ന് ചോദിച്ചു മഹാന്മാരോട്. മഹാന്മാർ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ തവക്കുലുണ്ടെങ്കിൽ കൊടുക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തവക്കുലില്ല, നമ്മൾ കൊടുത്താൽ നമ്മൾ കൊടുക്കൂലേ? നല്ല തവക്കുല്, അർപ്പണബോധം അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. മഹാന്മാർക്കൊക്കെ അർപ്പണബോധം ഉള്ളതുകൊണ്ട് കൊടുത്താലും അവർക്കൊന്നും കുറയൂല എന്നുള്ളൊരു ബോധമല്ലേ?
ഒരർപ്പണ ബോധമല്ലേ, ഒന്നും പോകൂല, നാളത്തേക്ക് നാളെ അല്ല തരും എന്നുള്ള ബോധം. നമുക്ക് ചെറിയൊരു ആശങ്ക വന്ന ആ ബോധം പോകും, ആ തവക്കുലൊക്കെ പോകും. തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കൽത്തു അലല്ലാ എന്ന് മാത്രം ഇങ്ങനെ പറയാനല്ല, അതെല്ലാവർക്കും സുഖ. തവക്കൽത്തു അലല്ലാ എന്ന് പറയില്ല, അതാർക്കല്ലാത്ത അത് പറയണം. പറയേണ്ട മേഖലകളൊക്കെ പറയണത് സുന്നത്താണ്. ഒരു കാര്യം നമ്മൾ നിശ്ചയിച്ചാൽ പറയണം, ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുൽ തവക്കുലാക്കണം. അത് അള്ളാഹിന്റെ സഹായവും സംരക്ഷണവും കിട്ടാനാണ്. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അർപ്പണബോധം, ഞാൻ എത്ര കൊടുത്താലും എൻ്റെ കുടുംബത്തിനുള്ള ചെലവൊക്കെ അള്ളാഹു അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അന്വേഷണം ഒന്നും അവിടെ ഇല്ല, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ഹിജ്റ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, സമ്പത്ത് മുഴുവനും കയ്യിലെടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നത്. മക്കളും ഭാര്യയൊക്കെ വീട്ടിലുണ്ട്. ഈ വിവരം അറിഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങളെ ഉപ്പ വന്നു ആ വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി. അപ്പൊ ഈ രൂപത്തിൽ അർപ്പണബോധമുള്ള വാപ്പയുടെ മക്കളാകുമ്പോ ആ മക്കൾക്കുണ്ടാകുമല്ലോ അർപ്പണബോധം. അവരും ചില്ലറക്കാരാകൂലല്ലോ. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, മറ്റു ആൺകുട്ടികളൊക്കെ ഉണ്ട്. ആരോ പോയിട്ട് സിദ്ദീഖ് തങ്ങളെ വാപ്പാനോട് പറഞ്ഞു, നിങ്ങളെ മോന് ഉള്ള സമ്പത്ത് മുഴുവനും നുള്ളിപ്പെറുക്കിയിട്ടാണ് ഹിജ്റക്ക് പോയത്. അപ്പൊ തിരിച്ചു വന്നിട്ട് ഉപ്പാപ്പ ചോദിക്കുകയാണ്, സിദ്ദീഖ് തങ്ങളെ ഉപ്പ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ പട്ടിണി കെട്ടി യതീമാക്കിയിട്ട് ഒന്നുമില്ലാതെ ഒക്കെ വാപ്പ കൊണ്ടുപോയോന്ന്. അപ്പൊ നല്ല ബുദ്ധിയുള്ള തവക്കുലുള്ള മക്കളാണ് അവിടെയുള്ള മക്കള്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അവിടെ ഒരു കവറുണ്ട്. ആ കവറിൽ നല്ല ഉരുളൻ കല്ലുണ്ട്. ആ കല്ല് പുറത്തേക്ക് നോക്കി കവറിന്റെ ഉള്ളിൽ കണ്ട ഏകദേശം ഒരു ദിർഹം ദീനാറിന്റെ വലിപ്പുണ്ടാവും. അതിങ്ങനെ പൊളിച്ചു നോക്കിയിട്ടല്ല, ആ ഉരുളൻ കല്ലുള്ള കവർ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ബാപ്പോട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ കവറിൽ എന്താ ഉള്ളത്? അതെന്താ ചോദിച്ചില്ല. പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ കരുതും, ആ ഏകദേശം ഒരു ദിർഹം ദീനാറിന്റെ മോഡൽ ഉണ്ടല്ലോ. കടലിലെ ഉരുളൻകല്ല് കണ്ടില്ല, ഏകദേശം കണ്ടാൽ അങ്ങനെ തോന്നൂല പുറത്തുനിന്ന് നോക്കിയാൽ. ആ കവർ എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ബാപ്പ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു ഒക്കെ കൊണ്ടുപോയി. ഇല്ലാപ്പ തിരിച്ചുപോയി. സ്ത്രീതങ്ങളെ വാപ്പ തിരിച്ചുപോയി. പക്ഷെ ആ കുടുംബത്തിന് ഒരു ദിവസവും സമ്പത്ത് മുടങ്ങിയിട്ടില്ല, ഭക്ഷണം മുടങ്ങിയിട്ടില്ല. അവിടെയാ നമ്മൾ പഠിക്കേണ്ടത്. സമ്പത്ത് മുഴുവനും കൊടുക്കാൻ ഒരാൾക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ഒരു തവക്കുൽ വേണം. അങ്ങനെ ഒരു തവക്കുൽ നമുക്കില്ലല്ലോ. അതുകൊണ്ട് പാകത്തിന് 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 കൊടുക്കുക. കൊടുക്കുന്നതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ദീനിന് വേണ്ടി കൊടുത്ത സംരംഭങ്ങളാണ് ഇതൊക്കെ. ഇനിയും സഹോദരങ്ങളും സഹോദരിമാരും കൊടുക്കണം. ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ധാരാളം പദ്ധതികൾ ഇനിയും നടക്കാനുണ്ട്. അള്ളാഹു എല്ലാം ഫത്ഹാക്കി തരട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഴിവിന്റെ പരമാവധി പദ്ധതികൾ, ഇസ്ലാമിന്റെ പ്രസരണത്തിന് വേണ്ടി, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സാന്ത്വനമായും അല്ലാതെയും ധാരാളം ദൗത്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുഴുവൻ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും മശായിഖുമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പൊ നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവനാണ് അഹ്സനു അമലാ, ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന ആള്. അള്ളാഹു തന്ന ആരോഗ്യം അതെങ്ങനെ ചെലവഴിക്കണം, അള്ളാഹു തന്ന സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം, അള്ളാഹു തന്ന സൗകര്യങ്ങൾ എങ്ങനെ ചെലവഴിക്കണം, അത് ബുദ്ധിപരമായി പ്രവർത്തിക്കുമ്പോ ആർക്കും അധികപ്പറ്റായിന്നും കേടായിന്നും മോശമായി പോയിന്നും തോന്നാത്ത രൂപത്തില് നല്ല മാർഗത്തിൽ സൂക്ഷ്മതയോടെ ചെലവഴിക്കുന്നു. അല്ല കൊടുത്ത ദുനിയാവ്, അല്ല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ദുനിയാവിൽ അല്ല നിഷിദ്ധമാക്കിയ പലതും വരും. നയാ പൈസ പോലും അല്ല ഹറാമാക്കിയതിൽ ചെലവാക്കാത്ത ആളാണ്. അല്ല നിഷിദ്ധമാക്കിയതിൽ ഒരൊറ്റ രൂപ പോലും ഒരു കാശ് പോലും ചെലവഴിക്കാതെ സൂക്ഷ്മതയോടെ ജീവിച്ച് നല്ല സൂക്ഷ്മത പുലർത്തിയ ആളാണ്. നിങ്ങൾ നോക്ക്, ഇന്ന് സങ്കടപ്പെടുത്തുന്ന വാർത്തയുണ്ട് ഉമ്മമാരെ, സഹോദരങ്ങളെ. വേൾഡ് തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാഷ് ചെലവഴിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ലോകത്തുള്ള ആരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചു. ഒന്നെന്തിനാണെന്നറിയോ? സെക്സിന് വേണ്ടിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അനാവശ്യ ദൃശ്യങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനുമാണ്. അല്ല നിഷിദ്ധമാക്കിയ രൂപങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെ ഈമാനും തഖ്വയും കുറഞ്ഞു പോകും. അല്ലാഹു നിഷിദ്ധമാക്കിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുപോയാൽ നമ്മുടെ ഈമാനും തഖ്വയും കുറഞ്ഞു പോകും.
അള്ള നിഷിദ്ധമാക്കിയ രംഗങ്ങളിലേക്കാണ് ലോകതലത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് കുത്തൊഴുകുന്നത്. ഒന്ന് സെക്സിന്റെ മാർഗത്തിലാണ്, മറ്റൊന്ന് ലഹരിയുടെ മാർഗത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടും ദുരന്തമാണ്, രണ്ടും ദുരന്തമാണ്. ഞാൻ പറയട്ടെ, ഓൺലൈൻ ഉപയോഗിക്കാൻ ആവശ്യമുള്ളവർ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതിലപ്പുറത്ത് അനാവശ്യ ഉപയോഗമുണ്ടോ? ഉണ്ട്. അവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. അഹ്സനു അമലാ. ഒരു കാശും ചെലവഴിച്ച് അവൻ സിനിമ കാണുന്നില്ല, സീരിയൽ കാണുന്നില്ല, നാടകം കാണുന്നില്ല, അതുപോലെ തന്നെ മ്യൂസിക്കുള്ളൊരു പാട്ടും കേൾക്കുന്നില്ല. അനാവശ്യ ദൃശ്യങ്ങൾ സ്വീകരിക്കുകയോ പകർത്തിക്കൊടുക്കുകയോ മറ്റുള്ളവരിൽ നിന്ന് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ജീവിക്കുന്നവനാണ്. അതിനുവേണ്ടിയല്ലേ ഒരു മാസം ഒരു പക്ഷേ ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ ചെലവഴിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ജനങ്ങളൊക്കെ ഞെരുങ്ങി താമസിച്ചൊരു ഘട്ടമുണ്ട്. 2 വർഷക്കാലം മറക്കാറായിട്ടില്ലല്ലോ. ആ 2 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് പോയത് എങ്ങോട്ടാണെന്നറിയോ? ഓൺലൈനിലേക്ക് വേണ്ടിയാ പോയത്. ഏത് വകുപ്പിലാ പോയത് എന്നും കൂടി അറിയണം. ഏത് വകുപ്പിലാ പോയത്? വഅദ് കേൾക്കാനാണോ? അല്ല. മദ്ഹ് കേൾക്കാനാണോ? അല്ല. അനാവശ്യ ദൃശ്യങ്ങൾ കാണാനും അത് കേൾക്കാനുമാണ്. പുറത്ത് വന്നപ്പോ ഒരു മാസം തന്നെ കോടികളുടെ ചെലവാണ് ഉണ്ടായിത്തീർന്നിരിക്കുന്നത്. ആവശ്യ വസ്തുക്കൾക്കൊക്കെ ആളുകൾ ഇങ്ങനെ കഴിവിന്റെ പരമാവധി പിടിച്ച് പതുക്കെ പടച്ചോനെ ഇക്കൊല്ലം തീരെ ജോലിക്ക് പോകാനാകൂലേ, ഇക്കൊല്ലം ഒന്നും ഉണ്ടാകൂലേ എന്നൊക്കെ കരുതി ജീവിക്കുമ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ 400, 500, 600 ഈ ലെവലിൽ പോകുന്നതിനൊരു തകരാറില്ലായിരുന്നു. അവിടെയാണ് നമ്മൾ നല്ലോണം ബുദ്ധി വർക്ക് ചെയ്യേണ്ടത്, നല്ലോണം ചിന്തിക്കേണ്ടത്. ഈ പോകുന്നതും കാശാണ്. ഈ കളയുന്ന ദുരുപയോഗപ്പെടുത്തുന്ന സമ്പത്തിനെ പറ്റിയും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ട്. നമ്മൾ ആ പരീക്ഷണത്തിൽ തോൽക്കരുത്, ജയിക്കണം. അള്ളാഹു തന്ന സമ്പത്ത് എങ്ങനെ ചെയ്യുന്നു എന്നല്ലേ അള്ളാഹ് നിരീക്ഷിക്കുന്നത്, എങ്ങനെ കാണിക്കുന്നു എന്നല്ലേ അള്ളാഹു നോക്കുന്നത്. ഈ സമ്പത്തൊക്കെ നമുക്ക് തന്നത്, കാരണമായി വർത്തിച്ച നിമിത്തമായത് റഹമുർ-റാഹിമീന റബ്ബ് തആലയാണ്. റബ്ബ് തആല തന്ന സമ്പത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് പരീക്ഷണത്തിലുള്ള വിജയം. വഅസ്റഉകും ഫീ ത്വഅത്തില്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഏറ്റവും സജീവതയോടെ മുന്നോട്ട് വരുന്നവരുമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സജീവതയോടെ മുന്നോട്ട് വരുന്നവർ എന്ന് പറഞ്ഞാൽ ഫർളായ കാര്യങ്ങൾക്ക് പിന്തിക്കുന്ന സ്വഭാവമില്ല, ഫർളായ അമലുകൾ പിറകോട്ട് വെക്കുന്ന സ്വഭാവമില്ല. എത്ര ഫംഗ്ഷനുകളാണെങ്കിലും സൽക്കാരങ്ങളാണെങ്കിലും സദ്യകളാണെങ്കിലും സദസ്സുകളാണെങ്കിലും അള്ളാഹു നമുക്ക് കാരണമാക്കി വെച്ച ഫർളായ ബാധ്യതകളില്ലേ, പെട്ടെന്ന് നിർവഹിച്ച് മുന്നോട്ട് നീങ്ങുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക്, ഹജ്ജ് പെട്ടെന്ന് ചെയ്യൽ നിർബന്ധമില്ലാത്തൊരു അമലാണ്. അതേ സമയത്ത് ആ ഹജ്ജിന് എളുപ്പത്തിൽ സൗകര്യമുണ്ടോ? എന്നാൽ ആദ്യം ആ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആള് അയ്യുഹും അഹ്സനു അമലാ, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നന്നായി വിജയിച്ച് മുന്നോട്ട് വരുന്നവനാണ്. കടം വീട്ടാൻ ഒരാൾക്ക് കഴിവുണ്ട്. 1-ാം തീയതിയാണ് കടം കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ വീട്ടാൻ അയാളെ കയ്യിലുണ്ട്. എന്നാൽ 1-ാം തീയതി ആകാൻ കാത്തിരിക്കാതെ അതിനു മുമ്പ് തന്നെ കൊണ്ടുപോയി വീട്ടുന്ന ആള്, സമയമായിട്ടില്ല പക്ഷേ ഇപ്പോൾ കയ്യിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, എന്നാ പിന്നെ നാളുണ്ടാകുമെന്ന് അറിയില്ലല്ലോ, 1-ാം തീയതിയിലേക്ക് നീട്ടിവെക്കേണ്ടതില്ലല്ലോ, ഇപ്പോൾ തന്നെ പോയി ബാധ്യത തീർക്കുക. അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ സജീവമായി മുന്നോട്ട് വരിക. സമയമായാൽ ഉടനെ തന്നെ നിസ്കരിക്കുക. കാരണം ആ സമയം നിസ്കാരത്തിന് ബാധ്യതയായിട്ട് പെരടിയിൽ വന്ന് ഭൂമിയിൽ നിസ്കരിക്കാനുള്ള കാലം ഞാൻ ജീവിച്ചിട്ട് അതിനുശേഷം ഞാനങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, രോഗിയായി കിടപ്പിലായി പോയാൽ, നിർവഹിക്കാനുള്ളൊരു സമയം തന്നിട്ടും ഞാൻ അതിലേക്ക് സജീവതയോടെ മുന്നോട്ട് വന്നില്ല എന്നൊരു തകരാറ് വരാൻ പാടില്ല. പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരം ഒരിക്കലും വൈകിക്കാതെ മുന്നോട്ട് നീങ്ങണം. ഇപ്പോഴും നിങ്ങൾ നോക്ക്, പലരുടെയും
മൊബൈൽ ഫോണും അവരെ വാച്ചും ഒക്കെ ബെല്ലടിക്കുന്നത്, അലാരം മുഴങ്ങുന്നത് 6 മണിക്ക് 5:45 5:45 അലാരം മുഴങ്ങി ഉറക്കൊക്കെ മാറ്റിയവർ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് മുസല്ലയിലേക്ക് നിൽക്കുമ്പോഴേക്ക് ഉദയത്തിന്റെ സമയമായി പോകുന്നു. കാരണം അവരുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്ക് സമയം തീർന്നുപോയി. അവിടെ പെട്ടെന്ന് സജീവമായിട്ട് അവിടെയാണ് നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങേണ്ടത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ബാധ്യതകളൊക്കെ നിറവേറ്റാൻ അള്ളാഹു തല എളുപ്പം തരട്ടെ. വസിയത്തുകളൊക്കെ പാലിക്കാൻ അള്ളാഹു തല നമുക്ക് എളുപ്പം തരട്ടെ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബൈത്തുൽ മാലിൽ നിന്ന് ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തങ്ങളെ വഫാത്തിന് ശേഷം സ്വത്ത് വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഇത് പൊതുകാര്യങ്ങളിലേക്കൊക്കെ എടുക്കുന്നവിടെ നിൽക്കട്ടെ, ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ജനങ്ങളെ വിളിച്ച് സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വഫാത്തിന് മുമ്പ് തങ്ങൾ എന്തെങ്കിലും തരാമെന്ന് ആരോടെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കുണ്ട്. എന്നോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പൊതു ഖജനാവിലേക്ക് സ്വത്ത് വന്നാൽ നിങ്ങൾക്ക് ഇത്രയും തരാം. 2 കൈയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് തങ്ങൾ പറഞ്ഞത്. എന്നാ വരൂ ജാബിറെ, നിങ്ങൾ വരൂ, ഈ സമ്പത്തിൽ നിന്ന് നിങ്ങളെ 2 കൈ കൊണ്ടുവന്ന് വാരണം. മഹാനവറുകൾ ഇങ്ങനെ വാരി നോക്കി, അത് എണ്ണാൻ പറഞ്ഞു. അപ്പോൾ 500 ദിർഹമുണ്ട്. അതിലേക്ക് ഒരു 500 കൂടി ചേർത്ത് കൊടുത്തു, 1000 ദിർഹം കൊടുത്തു. പിന്നെയും ചോദിച്ചു, ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ലെന്ന് ബോധ്യപ്പെട്ട ശേഷം പൊതുകാര്യത്തിന് വേണ്ടി ആ സ്വത്ത് നീക്കിവെക്കുന്നു. എത്ര പെട്ടെന്നാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ച ആളുടെ ഹക്കടപാട് വീട്ടുന്നത്. വളരെ പെട്ടെന്ന് നിർവഹിക്കേണ്ട ഒരു അമലാണ്. താമസം വേണ്ട. 3 ദിവസമോ 7 ദിവസമോ 40 ദിവസമോ പിന്തിക്കേണ്ടതില്ല. അന്ന് തന്നെ വീട്ടാൻ കഴിയുമോ? അതാണ് ഏറ്റവും നല്ല കർമ്മം. കടബാധ്യതകളാണെങ്കിൽ പ്രത്യേകിച്ചും, ഹക്കടപാടാണ് വിശേഷിച്ചും, സക്കാത്തും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല ആ മനുഷ്യനെ വിധി എഴുതുന്നത് നല്ല നിലക്ക് പ്രവർത്തിച്ചാണ്. ദുനിയാവിൽ ഇത്ര സമ്പത്ത് കിട്ടിയിട്ടും ആ സമ്പത്ത് കൊണ്ട് ചതിയിലൊന്നും പെടാതെ, ചതിയിലൊന്നും വീഴാതെ, അഹ്സനു അമല, ഹുസ്നുൽ അമൽ, നല്ല കർമ്മം എങ്ങനെയാണ്? അസ്സുഹുദു ഫീഹാ, ദുനിയാവിൽ ത്യാഗം പാലിച്ച് ജീവിക്കണം. ദുനിയാവിലുള്ള ത്യാഗം നിഷിദ്ധങ്ങളോടുള്ള ത്യാഗമാണ്. നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ മുന്നോട്ട് വരും, ഹറാമുകൾ വരും. പുറംതിരിഞ്ഞു നിൽക്കാനുള്ള മനസ്ഥിതി വേണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ധാരാളം ഓരോ ദിവസവും കുമിഞ്ഞുകൂടി വരികയാണ്. നമ്മൾ അതിനോട് സഹകരിക്കുന്നത് കുറയണം. നിസ്സഹകരണം പാലിച്ച് പലതിനെയും തിരുത്തേണ്ടതുണ്ട്. ഉമ്മമാരെ, സഹോദരങ്ങളെ, പല രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ നോക്ക്, കല്യാണങ്ങളും സൽക്കാരങ്ങളിലുമായിട്ട് ദൂർത്തുകൾ വരുന്നുണ്ട്, അനാവശ്യ ചെലവുകൾ. കൂട്ടത്തിൽ ഒരു അനാവശ്യ ചെലവാണ് അർദ്ധനഗ്നരായ സഹോദരിമാരെയും അവർക്കൊത്ത സഹോദരങ്ങളെയും കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ജനങ്ങളെ മുന്നിൽ കേൾക്കാൻ പറ്റാത്തത് മ്യൂസിക്കിലും കൊട്ടിലും മുട്ടിലുമായി പാട്ടുപാടിയങ്ങ് തിമിർക്കുക. അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ടുപാടാൻ അനുവാദം തന്നിട്ടുണ്ട്. ബദരീങ്ങളെപ്പറ്റി കല്യാണത്തിന്റെ അന്ന് പാട്ടുപാടുന്നത് തങ്ങൾ ഇരുന്ന് കേട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം, റുബയ്യ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, റുബയ്യ ബിൻതു മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ റുബയ്യ ബീവി പറയുന്നു, എന്റെ കല്യാണത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. ഒരു കട്ടിലിൽ തങ്ങൾ ഇരുന്നു. ചെറിയ കുട്ടികൾ യദ്രിബിന ബിദ്ദുഫി, ദഫ് മുട്ടുന്നു. യന്ദുബിന മൻ ഖുതില മിൻ അബായിഹിന്ന യൗമ ബദർ, ബദർ യുദ്ധത്തിൽ ഷഹീദായി പോയ ഉപ്പാപ്പമാരെ പറ്റി ആ മക്കൾ അങ്ങനെ പാട്ടുപാടുന്നു. തങ്ങൾ കട്ടിലിൽ ഇരുന്നിട്ടത് കേൾക്കുന്നു, ആനന്ദിക്കുന്നു.
കൂട്ടത്തിൽ തങ്ങൾ വന്നു എന്നറിഞ്ഞപ്പോ ഒരു കുട്ടി പറഞ്ഞു, വാഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ. നാളെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി അറിയുന്ന ഒരു നബി നമ്മളിലുണ്ട്. ആ നബി ഈ സദസ്സിലെത്തിയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് ആ വരി ഇടയിലൊന്ന് പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർദ്ദേശിച്ചു, എന്റെ മദ്ഹ് നിങ്ങൾ എപ്പോഴും പാടുന്നതാണ്, എപ്പോഴും കേൾക്കുന്നതാണ്. നേരത്തെ പാടിയ ബദരീങ്ങളെ മദ്ഹ് തന്നെ പാടൂ. പുഷ്പങ്ങൾ പോലുമില്ല, ജുറുസൻ ഉണങ്ങിയതാണ്. ഉണങ്ങിയ ഒരു തരം ഭൂമി, കെട്ടിടങ്ങളില്ല, കുന്നുകളില്ല, അമ്പരചുംബികളായി ആസ്വദിക്കുന്ന കേന്ദ്രങ്ങളില്ല, തടാകങ്ങളില്ല, ഉല്ലാസ കേന്ദ്രങ്ങളില്ല. മുഴുവനും ഒരൊറ്റ തടമായിട്ടങ്ങ് മാറ്റിപ്പോയി. ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ. ഈ ആയത്ത് ഓതിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഏറ്റവും നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു. ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഈ ആയത്തിന്റെ വിവക്ഷ എന്താണ് നബിയെ? തങ്ങൾ പറഞ്ഞു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അഖ്ലാ, നല്ല ബുദ്ധിയിൽ വർക്ക് ചെയ്യുന്നത് ആരാണ് പരിശോധിക്കാൻ. നല്ല ബുദ്ധിയുള്ള ആള് ആ സമ്പത്ത് കൊണ്ട് ദുനിയാവിലും ഖൈറുണ്ടാക്കും, ആഖിറത്തിലേക്കും ഖൈറുണ്ടാക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ട് ലോകത്തേക്കും ഖൈറുണ്ടാക്കും. ദുനിയാവിലുള്ള ഖൈർ എന്താ? നല്ല നിലക്ക് കുടുംബം പോറ്റും, നല്ല നിലക്ക് കുടുംബം പോറ്റും, നല്ല നിലക്ക് കുടുംബം പോറ്റും. വേണ്ടാത്ത ഒരു രീതിയിലുമല്ല, നല്ല നിലക്ക് കുടുംബം പോറ്റും. ആ കുടുംബത്തിന് വേണ്ട നന്മകൾക്കൊക്കെ ആ സമ്പത്തിൽ നിന്ന് പിശുക്കില്ലാതെ ഉപയോഗിക്കും. അങ്ങനെ ഒരു ഉപയോഗം അത്യാവശ്യത്തിന് വേണ്ടൊക്കെ ഉപയോഗിക്കും. അള്ളാഹു ഹലാലാക്കിയതും അനുവദീയമാക്കിയതും സുന്നത്താക്കിയതൊക്കെ ഉപയോഗിക്കും. ആ സമ്പത്ത് എടുത്തുകൊണ്ട് വാപ്പക്കും ഉമ്മക്കൊന്നും ഉംറക്ക് പോകാൻ കഴിവില്ല, ഹജ്ജിന് പോകാൻ കഴിവില്ല, അതിന് സമ്പത്ത് ലഭിച്ചു. ഭാര്യയ്ക്ക് ഹജ്ജിന് ഉംറക്കും പോകാൻ സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല, അതിനും സമ്പത്ത് ലഭിച്ചു. സഹോദരനൊരു പാവമാണ്, അവനും കൊടുത്തു ഉംറക്ക് പോകാൻ. അങ്ങനെ അള്ളാഹു തരുന്ന സമ്പത്തിനനുസരിച്ച് ദുനിയാവിൽ ഒരുപാട് ഖൈറുണ്ടാക്കി ആഖിറത്തിലേക്ക് ഡെപ്പോസിറ്റും ചെയ്തു. ആഖിറത്തിലേക്ക് എങ്ങനെ ഡെപ്പോസിറ്റ്? ഇൽമു വളർത്തി, ദീന് വളർത്തി, സ്ഥാപനങ്ങളുണ്ടാക്കി, ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ വളർത്താൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മമ്പ അതിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരുപാട് തവണ വന്യരായ താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയാണ് ഈ ഭൂമി. അവിടുത്തെ തിരുനോട്ടമുള്ള മജ്ലിസായ അള്ളാഹു മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. കൽത്തർ ഉസ്താദ് അവിടെ എടപ്പള്ളിയിൽ ദർസ് നടത്തുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ എത്തിയത്. നമ്മളെ തങ്ങൾ പാപ്പൻ്റെ സ്മരണികയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനും വേറൊരു തങ്ങളും കൂടി വന്നതാണ്. അന്ന് ദർസ് അവിടെയാണ്. അവിടെ ദർസ് നടത്തുമ്പോൾ വന്നതാണ്. ഇവിടെ ആയിട്ട് പിന്നെ ഞാൻ വന്നിട്ടില്ല. അവിടെ ആ പള്ളിയിൽ ഇങ്ങനെ ദർസ് നടത്തുമ്പോൾ ആ വേലത്ത് തങ്ങളുപ്പാപ്പയായിട്ട് ഉസ്താദിന് വലിയ ബന്ധം. തങ്ങളുപ്പാപ്പക്ക് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ നമ്മുടെ വലിയ വലിയ മാർഗദർശികളാണ്. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനും പകർത്താനും അവരെ കൊണ്ട് മഹബത്ത് വെച്ച് ജയിക്കാനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വലിയ വലിയ സാദാത്യങ്ങളാണ് അവർ. അപ്പം അവർക്കൊക്കെ ഖിദ്മത്തെടുക്കുക, അവരൊക്കെ സ്മരണ പുതുക്കുക, അവരെ പേരിലൊക്കെ ഫാത്തിഹ ഓതുക, യാസീൻ ഓതുക, അവരെ പേരിൽ സദസ്സ് സംഘടിപ്പിക്കുക, അത് വലിയൊരു ഖൈറാണ്. അവരുടെ ഒരു നോട്ടം കൂടി നമ്മളെ മജ്ലിസിലേക്ക് അല്ലാഹു തആല തരും. ഒരു ശക്കുല്ലതിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കി, നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ആളുകൾ സമ്പത്ത് ആഖിറത്തിന് വേണ്ടി ദുനിയാവിൽ ഇഷ്ടം പോലെ ചെലവഴിക്കും. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ഇഷ്ടം പോലെ സമ്പത്ത് ചെലവഴിച്ച് ദീന് വളർത്തിയ മഹാന്മാർ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് ദീനിന് വേണ്ടി അടയാളങ്ങൾ എത്രയാണ് ബാക്കി വെച്ചത്. ഇന്നും അതിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കുകയാണ് ആഖിറത്തിലേക്ക്. ഇന്നും അതിൻ്റെ സുഖങ്ങൾ ആഖിറത്തിലേക്ക് അങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പോയി നിസ്കരിക്കുന്ന മദീന പള്ളിയിലെ വെള്ളത്തൂണ് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ ഒരുപാട് സ്ഥലം കണ്ടിട്ടില്ലേ? ആ സ്ഥലങ്ങളിൽ ബഹുഭൂരിഭാഗവും വാങ്ങിക്കൊടുത്ത മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പോരാ, പ്രയാസങ്ങൾ വന്ന ഘട്ടങ്ങളിൽ മുഴുവനും ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്ത് സഹായിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
അതേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടും ആ വിഷയത്തിൽ കുറവില്ല. സിദ്ദീഖ് തങ്ങളെപ്പോലെ തവക്കുൽ ചെയ്ത് സ്വതക്ക കൊടുക്കാൻ നമുക്ക് കഴിയൂല. ഒരാളെ സമ്പത്ത് മുഴുവനും ദീനിന് കൊടുത്താലോ എന്ന് ചോദിച്ചു മഹാന്മാരോട്. മഹാന്മാര് പറഞ്ഞു സിദ്ദീഖ് തങ്ങളെ തവക്കുലുണ്ടെങ്കിൽ കൊടുക്കാം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തവക്കുലില്ല നമ്മൾ കൊടുത്താൽ നമ്മൾ കൊടുക്കൂലേ? നല്ല തവക്കുല്, അർപ്പണബോധം അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. മഹാന്മാർക്കൊക്കെ അർപ്പണബോധം ഉള്ളതുകൊണ്ട് കൊടുത്താലും അവർക്കൊന്നും കുറയൂല എന്നുള്ളൊരു ബോധല്ലേ, ഒരർപ്പണ ബോധല്ലേ, ഒന്നും പോകൂല. നാളത്തേക്ക് നാളെ അള്ളാഹു തരുന്നുള്ള ബോധം. നമുക്ക് ചെറിയൊരു ആശങ്ക വന്ന ആ ബോധം പോകും, ആ തവക്കുലൊക്കെ പോകും. തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കൽത്തു അലല്ലാഹ് മാത്രം ഇങ്ങനെ പറയാനല്ല, അതെല്ലാവർക്കും സുഖ. തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയില്ല, അതാർക്കല്ലാത്ത അത് പറയണം. പറയേണ്ട മേഖലകളൊക്കെ പറയണത് സുന്നത്താണ്. ഒരു കാര്യം നമ്മൾ നിശ്ചയിച്ചാൽ പറയണം ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുൽ തവക്കുലാക്കണം. അത് അള്ളാഹിന്റെ സഹായവും സംരക്ഷണവും കിട്ടാനാണ്. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അർപ്പണബോധം, ഞാൻ എത്ര കൊടുത്താലും എൻ്റെ കുടുംബത്തിനുള്ള ചെലവൊക്കെ അള്ളാഹു അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അന്വേഷണം ഒന്നും അവിടെ ഇല്ല, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ഹിജ്റ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, സമ്പത്ത് മുഴുവനും കയ്യിലെടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നത്. മക്കളും ഭാര്യയൊക്കെ വീട്ടിലുണ്ട്. ഈ വിവരം അറിഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങളെ ഉപ്പ വന്നു ആ വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി. അപ്പൊ ഈ രൂപത്തിൽ അർപ്പണബോധമുള്ള വാപ്പയുടെ മക്കളാകുമ്പോ ആ മക്കൾക്കുണ്ടാകുമല്ലോ അർപ്പണബോധം. അവരും ചില്ലറക്കാരാകൂലല്ലോ. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, മറ്റു ആൺകുട്ടികളൊക്കെ ഉണ്ട്. ആരോ പോയിട്ട് സിദ്ദീഖ് തങ്ങളെ വാപ്പാനോട് പറഞ്ഞു, നിങ്ങളെ മോന് ഉള്ള സമ്പത്തും മുഴുവനും നുള്ളിപ്പെറുക്കിയിട്ടാണ് ഹിജ്റക്ക് പോയത്. അപ്പൊ തിരിച്ചു വന്നിട്ട് ഉപ്പാപ്പ ചോദിക്കാണ്, സിദ്ദീഖ് തങ്ങളെ ഉപ്പ ചോദിക്കാണ്, നിങ്ങളൊക്കെ പട്ടിണി കെട്ടി യതീമാക്കിയിട്ട് ഒന്നുമില്ലാതെ ഒക്കെ വാപ്പ കൊണ്ടുപോയോന്ന്. അപ്പൊ നല്ല ബുദ്ധിയുള്ള തവക്കുലുള്ള മക്കളാണ് അവിടെയുള്ള മക്കള്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അവിടെ ഒരു കവറുണ്ട്. ആ കവറിൽ നല്ല ഉരുളൻ കല്ലുണ്ട്. ആ കല്ല് പുറത്തേക്ക് നോക്കി കവറിന്റെ ഉള്ളിൽ കണ്ട ഏകദേശം ഒരു ദിർഹം ദീനാറിന്റെ വലിപ്പുണ്ടാവും. അതിങ്ങനെ പൊളിച്ചു നോക്കിയിട്ടല്ല, ആ ഉരുളൻകല്ലുള്ള കവർ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ബാപ്പോടെ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ കവറിൽ എന്താ ഉള്ളത്? അതെന്താ ചോദിച്ചത്? പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ കരുതും ആ ഏകദേശം ഒരു ദിർഹം ദീനാറിന്റെ മോഡൽ ഉണ്ടല്ലോ. കടലിലെ ഉരുളൻകല്ല് കണ്ടില്ല, ഏകദേശം കണ്ടാൽ അങ്ങനെ തോന്നൂല്ലോ പുറത്തുനിന്ന് നോക്കിയാൽ. ആ കവർ എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ബാപ്പ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു ഒക്കെ കൊണ്ടുപോയി. വല്യാപ്പ തിരിച്ചുപോയി, സിദ്ദീഖ് തങ്ങളെ വാപ്പ തിരിച്ചുപോയി. പക്ഷെ ആ കുടുംബത്തിന് ഒരു ദിവസവും സമ്പത്ത് മുടങ്ങിയിട്ടില്ല, ഭക്ഷണം മുടങ്ങിയിട്ടില്ല. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സമ്പത്തും